Good evening. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, sir. Good evening. Good evening. Good evening. Good evening. Good evening, ma'am. Good evening, sir. Good evening, sir. Good evening. Yes. Good evening, ma'am and sir. ഇഷ്ടമാണ് തുടരെ. Yes. Good evening. Good evening, sir. Good evening. Good evening. Good evening. Good evening, sir. Okay. Good evening. Good evening, sir. Good evening. Once again, good evening. Good evening, ma'am. Good evening, ma'am. Actually, Good evening, ma'am. Good evening, ma'am. ആക്ച്വലി എനിക്ക് പറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ട്യൂസ്ഡേ തന്നെ അല്ലേന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. സാർ അറിയാതെ നമ്മുടെ ക്ലാസ്സിൽ കയറിപ്പോയതാ. സാർ നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ ക്ലാസ് എടുത്തിരുന്നോ? ഇല്ല മാം, ഇത് പുതിയ സാർ. യെസ്. ഇല്ല, ma'am. സാർ ആക്ച്വലി ഫസ്റ്റ് ബാച്ചിനാന്ന് തോന്നുന്നു ഈ സമയത്ത്. ജസ്റ്റ് ഒരു ഡൗട്ട് വന്നു അങ്ങനെ. അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. എനിക്കാണ് ഈ പറ്റാറേ. അപ്പൊ ഞാൻ ഓർത്ത് ട്യൂസ്ഡേ അല്ലേ ഇങ്ങനെ. അപ്പൊ ഞാൻ ഓർക്കണത് മോൻ ഇന്ന് എന്ത് യൂണിഫോം ഇട്ടോണ്ടാ പോയെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബുധനാഴ്ച വേറെ യൂണിഫോം ആണല്ലോ. മൺഡേ ഇന്നലെ ഇട്ട യൂണിഫോം സെയിം തന്നെയാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അതാണ്. വെനസ്ഡേ മാത്രം മാറ്റം ഇന്ന്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഞാൻ ക്ലാസ് ഓർക്കണത്. സാർ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് പോയി. ഓക്കെ, ഫൈൻ. I just want to share some good news with you. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എന്റെ കാണാതെ പോയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തിരിച്ചു കിട്ടി മോണ്ടിസോറിയുടെ. ഞാനത് മിസ്സായി പോയി എന്ന് പറഞ്ഞ എന്റെ മാമിന്റെ അടുത്ത് നിന്ന് ഒരു പുതിയ കോപ്പി വാങ്ങിച്ച്. പക്ഷെ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ആ ക്ലാസ്സിലിരുന്ന ഓർമ്മയും ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്ത പല കാര്യങ്ങളും എവറിത്തിങ് വിൽ ബി ലൈക്ക് നമ്മളിങ്ങനെ കൺമുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നും. പുതിയ ടെക്സ്റ്റ് കിട്ടിയപ്പോ എനിക്ക് ആകെ ഒരു അപരിചിതത്വോ എന്താണോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഹാപ്പിയായി. ടെക്സ്റ്റ് മാത്രല്ല, ഒരു അസൈൻമെന്റ് ബുക്കും കിട്ടി. ടെക്സ്റ്റ് ബുക്ക് ചെറുതാണ്. ടെക്സ്റ്റ് ബുക്ക് 8 ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഡിപ്ലോമ കോഴ്സുകാർക്ക് 2 കുറവ്, 6 അങ്ങനെയാണ്. അപ്പൊ ടെക്സ്റ്റുകളെല്ലാം തന്നെ കിട്ടി. യാതൊരു പരിക്കും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഓരോ സാധനം എടുത്തെടുത്ത് തന്നപ്പോ അതില് ഓക്കെ ആഫ്റ്റർ പ്രെയർ വി വിൽ ഡിസ്കസ്. ഓക്കെ, കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാനെന്ന് പറഞ്ഞതാ. അപ്പൊ നമുക്ക് ഒരു പ്രെയർ, ഇഫ് എനി വൺ ഈസ് ദെയർ ടു ഗിവ് ദ പ്രെയർ പ്ലീസ്, എൽസ് വി ക്യാൻ ഡു സൈലന്റ് പ്രെയർ. ഓക്കെ Ma'am, yes. okay. God created us on earth. Mother gives us birth milk. Father raised us. Brother saved us. Sister prayed with us. Teacher teach knowledge to us. Friends joined to us. Partner fell in love with us. Everything on earth is given us by God. Every relationship is precious and a gift from God. Let's save all of them. Let's love everyone equally and healthy. Love is God, God is love. Thank you, ma'am. Lovely.
there is some uniqueness in everybody's prayer. എല്ലാരും നല്ല രസമായിട്ടാ prayer ചെയ്തിരിക്കുന്നത് അല്ലേ? So first of all, you have to keep one notebook. This is compulsory. ഒരു 120 pages ആകാം. Okay, 120 പേജസിന്റെ ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഈ നോട്ട്ബുക്ക് നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കണം. ചില കാര്യങ്ങൾ അത് ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് എഴുതേണ്ടതാണ്. ചിലത് ആ സ്കൂളിൽ ചെന്നതിന് ശേഷം you have to write all the experience regarding that school in this book. ഇതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ് ആണ്. So I'll share some of the things in this. First activity, you have to read 3 books, at least 3 books regarding school organization and school management. 3 ബുക്കെങ്കിലും നമ്മൾ സ്കൂൾ ഓർഗനൈസേഷനെ കുറിച്ചും സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചും വായിച്ചിരിക്കണം. ടെൻഷൻ വേണ്ട, നമ്മൾ വാങ്ങിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സ്കൂൾ ബുക്സ് ഓഫ് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ബുക്കിന്റെ ഡീറ്റെയിൽസ് വരും. ചില ബുക്ക് ചിലപ്പോൾ അതിന്റെ കണ്ടന്റ് ഒരു ബ്രീഫിംഗ് ഉണ്ടായിരിക്കും ചില ടെക്സ്റ്റുകൾക്ക്. പക്ഷെ മുഴുവൻ വായിക്കാൻ നമുക്ക് പറ്റില്ല മിക്ക ബുക്സ്. കാരണം അവർ സെല് ചെയ്യാനുള്ളവരല്ലേ, അപ്പൊ അവരൊരു ബ്രീഫിംഗ് കൊടുക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് പർച്ചേസ് ചെയ്യാം ഫ്രം ത്രൂ ഓൺലൈൻ. അതുകൊണ്ട് ആ ബ്രീഫിംഗ് ഉണ്ടാവും. ബ്രീഫിംഗ് വായിച്ച് അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഓരോ ബുക്കിനെ കുറിച്ചും എഴുതണം. ക്ലിയർ? So the first activity, you have to read 3 books. 3 books വായിക്കണം about school organization and school management. I will give you a detailed list through the classroom. Okay, ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ 3 ബുക്കും ഞാൻ ഇതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് 3 ബുക്സ്, 3 അല്ല അതിൽ കൂടുതൽ ബുക്സ് വന്നു. അതിൽ നിന്ന് സിമ്പിൾ എന്ന് തോന്നിയ, കണ്ടന്റ് വായിച്ച് സിമ്പിൾ എന്ന് തോന്നിയ ബുക്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ എങ്ങനെയാണോ സോഴ്സ് കണ്ടെത്താൻ പറ്റുക അതിനനുസരിച്ച് ഫൈൻഡ് ഔട്ട് ദ സോഴ്സ് ആൻഡ് ഡു ദിസ് ആക്ടിവിറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ കുൽബീർ സിംഗ് സിദ്ധു എന്ന് പറഞ്ഞൊരു ഓതറിന്റെയാണ് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. ദിസ് ബുക്ക് gives a very comprehensive idea about the school organization setup and management systems. നിങ്ങൾക്ക് അശ്വതി മിസ് പഠിപ്പിക്കും സ്കൂൾ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും എങ്ങനെയാണ്, സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുന്നത്, കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. In this book, the author gives more importance to the rights of the children. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ബുക്സിൽ വന്നത്. Author is telling that punishment and reward should be given at the proper times. In this, ഓരോ ഓതേഴ്സും അവരുടെ ഒരു വ്യൂസ് വെച്ചിട്ടാണ് എഴുതുന്നത്. നമ്മൾ അതിൽ നിന്ന് വായിച്ച് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക. പിന്നെ സ്കൂൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാം ഒന്നും കൂടി ആ ബുക്കിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഷുവർ. ഞാൻ എന്തായാലും തരുന്നതിൽ അത് നോട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലിസ്റ്റ് തരുന്നതിൽ ഞാൻ റെഫർ ചെയ്തത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇഫ് എനിവൺ ക്യാൻ ഡു ടെക്സ്റ്റ് ത്രൂ ദ മെസ്സേജസ്, പ്ലീസ് ഡു ഇറ്റ്. കുൽബീർ സിംഗ് സിദ്ധു ആണ് ഓതർ. കുൽബീർ സിംഗ് സിദ്ധു. Then the second one was, അപ്പൊ ഒരു ഞാൻ എഴുതിയത് അതൊരു 120 പേജസ് ആണ്. അതായത് ഈ നോട്ട്ബുക്ക് A4 സൈസിനേക്കാളും കുറച്ചൊന്ന് ചെറുത്. മനസ്സിലായല്ലോ ബുക്കിന്റെ ഒരു സൈസ്? 120 പേജസാ. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ കുറെ പേജസ് ഉള്ള ബുക്ക് നമുക്ക് ആവശ്യമില്ല ഈ അസൈൻമെന്റ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും എഴുതണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ കുറച്ചധികം പേജസ് ഉള്ള ബുക്ക് വാങ്ങിച്ചോളൂ. ചെറിയ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമില്ല. പക്ഷെ ചെറിയ നോട്ട്ബുക്കിന് പകരം ഈ ഒരു നീളം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ആക്ടിവിറ്റി വരുമ്പോ മനസ്സിലാവും. കോളേജ് നോട്ട് അല്ലേ മാം? കോളേജ് നോട്ട്ബുക്ക് തന്നെയാ. 7 years ബാക്ക് ഉള്ളതാ, 2017. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡ് ബുക്ക്.
ഫസ്റ്റ് വണ്ണിന്റെ പേരും ഓതറിന്റെ പേരും ഒക്കെ കിട്ടിയല്ലോ. സോ സെക്കൻഡ് വൺ ഇസ് സ്കൂൾ മാനേജ്മെന്റ്. ടൈറ്റിൽ ഇസ് സ്കൂൾ മാനേജ്മെന്റ്. ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഇസ് സ്കൂൾ മാനേജ്മെന്റ്. 2 പേരാണ് ചേർന്ന് കമ്പൈൻഡ് ആയിട്ട് എഴുതിയ ബുക്കാണ്. ഓതേഴ്സ് എം ധാഷ് ആൻഡ് നീന ധാഷ്. അങ്ങനെ എന്നെയാ പ്രൊനൗൺസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. DASH ആണ്. എം ധാഷ് ആൻഡ് നീന ധാഷ്. മേ ബി വല്ല നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കും. സോ അതിലും ഇങ്ങനെ സ്കൂളിനെ കുറിച്ച്. അപ്പൊ ഈ ബുക്കുകൾ റെഫർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇഫ് എനി വൺ വിഷസ് ടു സ്റ്റാർട്ട് എ ന്യൂ സ്കൂൾ, അവർക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും ഈ ബുക്സ്. റോൾ ഓഫ് ദ ടീച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് HM, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഓഫ് ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോ അതില് വലിയ ടഫ് ആയിട്ടുള്ള വേർഡ്സും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് തേർഡ് വൺ, അറ്റ്ലീസ്റ്റ് 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓതർ SK കൊച്ചാർ. SK കൊച്ചാർ. ഏകദേശം ഇത് ഒരു പേജ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ തേർഡ് ബുക്ക് ഒരു പേജ് എഴുതിയിട്ടുള്ളൂ, മറ്റേതൊരു 1.5 പേജസ്. മാം സെക്കൻഡ് പേജ് ആരാ എഴുതിയത്? എം ധാഷ് DASH ആണ്. ആൻഡ് നീന ധാഷ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ ആരോ ഇതറിയില്ല. എം ധാഷ് ആൻഡ് നീന ധാഷ്. തേർഡ് വൺ ഒന്നിട്ട് പറയോ? Third one, school administration and management. You can use English if you are confident. നമ്മൾ മിക്സ്ഡ് ആയിട്ട് പറയുന്നത് കുറച്ച് പേർക്ക് ഒന്ന് സപ്പോർട്ട് വേണം. പരസ്പരം മ്യൂച്വലി സപ്പോർട്ട് കൊടുക്കുക. ഞാനും ഓക്കെ. ഓതർ SK കൊച്ചാർ. ഞാൻ പറഞ്ഞല്ലോ ലെങ്ത് ഉള്ള ബുക്ക് എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞത് നെക്സ്റ്റ് ആക്ടിവിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, മോഡൽസ് ഓഫ് ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഏതൊക്കെ ഉണ്ടാവും? ഒരു സ്കൂളിലെ ടൈം ടേബിൾ ഏതൊക്കെയായിരിക്കും? കുട്ടികൾക്ക്, സ്റ്റാഫിനും കുട്ടികൾക്കും. അപ്പൊ മോഡൽസ് ഓഫ് ടൈം ടേബിൾ എഴുതണം. സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ ഉണ്ട്, ടീച്ചേഴ്സിന്റെ ഉണ്ട്. ഞാൻ ഇവിടുത്തെ ടൈം ടേബിള് ഞാൻ 6 പീരീഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മോർണിംഗ് സെഷനിൽ 1, 2, 3 പീരീഡ്സ്, ആഫ്റ്റർനൂണിലും 3 പീരീഡ്സ്, അങ്ങനെ 6 പീരീഡ്സ് ആണ്. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് റിസസ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മാത്സ്, മലയാളം, ഇത് മോണ്ടിസോറി ടൈം ടേബിൾ ഒന്നും അല്ല കേട്ടോ. ഒരു പ്രീ സ്കൂളില് അല്ലെങ്കിൽ ഒരു KG LP സെഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. സ്കൂളില് മാത്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, IT, പിന്നെന്താ കർസീവ് റൈറ്റിംഗ്. ചില സ്കൂളുകളിൽ പ്രീ KG സെഷനിലൊക്കെ കർസീവ് റൈറ്റിങ്ങിന് പ്രത്യേകം ടൈം ടേബിൾസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഡാൻസ്, മ്യൂസിക്, GK, കളറിങ്, പ്ലേ ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു പെർ വീക്ക് 2 days പ്ലേ ടൈം വേണം. അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം സബ്ജക്ട്സും അവരുടെ കളറിങ്ങും അതൊക്കെ ഏതൊക്കെ അവർ വേണം എന്നുള്ളത്. പ്ലേ ടൈമിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പിന്നെ സ്റ്റോറിക്ക് ഒരു അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ടൈം ടേബിൾ വേണം. മാം ഇത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമുക്ക് ചെയ്താൽ പോരെ? ചെയ്യാം. പ്രീ KG കുട്ടികൾക്കാണെന്നുള്ളത് ഓർത്ത്, അതായത് LKG UKG കുട്ടികൾക്കുള്ള ടൈം ടേബിൾ ആക്കി ചെയ്യണേ. 4th വേണ്ട, LP വേണ്ട, KG സെഷൻ മാത്രം. ടീച്ചേഴ്സിനുള്ള ടൈം ടേബിൾ അതും അപ്പൊ ഇത്രയും പീരീഡ് തന്നെയാണല്ലോ, കാരണം ഈ കുട്ടികൾക്ക് പോകുന്ന ടീച്ചേഴ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? LKG 2 ഡിവിഷൻ, UKG 2 ഡിവിഷൻ. അപ്പൊ ടൈം ടേബിളിൽ LKG 1, LKG 2, UKG 1, UKG അങ്ങനെ ആ രീതിയിൽ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സിന് ഏതെങ്കിലും നോ, ഇറ്റ്സ് നോട്ട് റെക്കോർഡ്, യു ഹാവ് ടു കീപ് 1 അസൈൻമെന്റ് ബുക്ക്. ഒരു 120 പേജസ് ഉള്ള ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഇത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ത്രൂ ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എക്സ്ട്രാ മീൻസ് ഇനിയും അതിൽ എഴുതി ചേർക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അടുത്ത ബുക്ക് എടുക്കാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. മാം, ഓൾറെഡി അസൈൻമെന്റ്സ് ഒക്കെ ഒരു ബുക്കിലാണ് ചെയ്യുന്നത്, അതിൽ തന്നെ ചെയ്താൽ മതി, അല്ല വേറെ സെപ്പറേറ്റ് വാങ്ങണം? ഇത് സെപ്പറേറ്റ് വേണം, കാരണം ഇതിനൊരു പർട്ടിക്കുലർ ടൈറ്റിൽ ഉണ്ട്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ് നമ്മുടെ പർട്ടിക്കുലർ ടൈറ്റിൽ. ആക്ച്വലി ഞങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരുന്നു. റെക്കോർഡ്സിന്റെ ഒപ്പം തന്നെ കറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വേണമെന്ന് പറയുന്നത്.
സെപ്പറേറ്റ് ഒരെണ്ണം വരുന്നത്. മാം ഞങ്ങൾക്കും സെയിം ഹെഡിങ് ആണോ ഇടണ്ടേ? സ്കൂൾ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി. മാം അത് കംപ്ലീറ്റ് ചെയ്ത് തരാം മാം. കമ്മ്യൂണിറ്റി നെക്സ്റ്റ് എന്താ വരുന്നുണ്ടോ? കമ്മ്യൂണിറ്റി റിലേഷൻസ്, സ്കൂൾ Okay, ma'am. ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ ടീച്ചർ എത്ര ടീച്ചറാണോ ഉള്ളത് അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കുക, ടീച്ചേഴ്സിനും ബ്രേക്ക് വേണം അല്ലെ, അപ്പൊ അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനി പ്രിൻസിപ്പളിന്റെ റൂമിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ലേ? ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണെന്നറിയാനുള്ള യെസ് മാം. അപ്പൊ പ്രിൻസിപ്പൾസ് ടൈം ടേബിൾ 4 kg സെഷൻ അത് ചെയ്യാം, അതും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ടീച്ചർമാർക്ക് നമുക്ക് പേര് കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ടൈം ടേബിളില്? സോ നമ്മൾക്ക് വിചാരിക്കാം 6 ടീച്ചേഴ്സ് ഉണ്ട്, T1, T2, T3, T4, T6. ഓർ നിങ്ങൾക്ക് എന്ത് രീതിയിലും ടീച്ചർമാർ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫോമിൽ ഒരു പേര് കൊടുത്തിട്ടൊക്കെ യൂസ് ചെയ്യാം. ഫ്ലവേഴ്സിന്റെ പേര് കൊടുക്കാം ടീച്ചർമാർക്ക്, ഫ്രൂട്ട്സിന്റെ ചുമ്മാ ഒരു രസം അത്. പക്ഷെ നമ്മൾ ഈ ടൈം ടേബിൾ എഴുതുമ്പോ അതിനകത്ത് ഓരോ പീരീഡ് പോകുന്ന ടീച്ചർമാരുടെ പേര് എഴുതാൻ പാടായിരിക്കും. ഞാനിവിടെ T1, T2, T3, T4, T6 6 ടീച്ചേഴ്സ് മാം ഒന്നും കൂടി പൊക്കി കാണിക്കാമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതിന്റെ ഇമേജ് എടുത്തിട്ട് ക്ലാസ് റൂമിൽ ഇടും കേട്ടോ, ടൈം ടേബിൾസിന്റെ മാത്രം. ഓക്കെ മാം, താങ്ക് യു. മറ്റേത് ഡീറ്റെയിൽസ് ബുക്സിന്റെ കാര്യത്തിലോ ബുക്കിന്റെ ടൈറ്റിലും ഓതറിന്റെ പേരും, ഓൺലി ദ ടൈറ്റിൽ ആൻഡ് ദ ഓതർ. ഞാൻ ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒക്കെ എനിക്ക് ഇംപ്രൊവൈസ് ചെയ്യാമായിരുന്നു. മെസ്സേജ് ഒന്ന് വായിക്കട്ടെ, എല്ലാം ഒന്ന് ഓർഡറിൽ. ആ ടെക്സ്റ്റ് നമ്മൾ വായിച്ചിട്ട് അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതിയാൽ മതി. യെസ്, മതി. ഒരു പേജ് 1 or 1.5 pages, 3 paragraphs ആയിട്ടോ 2 paragraph ആയിട്ടോ എഴുതിയാൽ മതി. ആക്ച്വലി ഇത് ഞാൻ ലിസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂം ചാനലിൽ തരും, ഈ അസൈൻമെന്റ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ഹാഡ് ഡൺ മെനി അസൈൻമെന്റ്സ് അല്ലെ, കുറേ അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ട്. അത് ചിലര് ഇങ്ങനെ പേപ്പറില്, ചിലരിങ്ങനെ ചാർട്ടില്, ചിലത് ഒരു ബുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഡയറിയിൽ ചെയ്തവരുണ്ടാകാം, ന്യൂസ് പേപ്പേഴ്സിലുണ്ടാകും. പക്ഷെ ഈ ഒരെണ്ണം മാത്രം, കാരണം ഇത് നമ്മള് ഇന്റേൺഷിപ്പിന് പോകുമ്പോഴും നമ്മൾ വർക്ക് ചെയ്ത് നമ്മള് ജോബ് കിട്ടിയിട്ട് പോകുമ്പോഴും ഇത് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ളതാ, പലപ്പോഴും റെഫറൻസ് ആണിത്. ഓക്കെ, സോ ഞാനത് കറക്റ്റ് ആയിട്ട് തരാം. ഗിവ് മീ സം ടൈം. ഓക്കെ, കാരണം എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ നാളെ തന്നെ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മള് ഇന്റേൺഷിപ്പിന് പോകുമ്പോ ഫസ്റ്റ് പോകുമ്പോൾ നമ്മൾ ആ സ്കൂള് കംപ്ലീറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യും അല്ലെ, അവിടുത്തെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, എത്ര കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യും. അപ്പൊ അതിനെ കുറിച്ചൊരു ഫീൽഡ് സ്റ്റഡി, നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. ഒരു നേരം ക്ലാസ് റൂം സ്റ്റഡി എന്നുള്ളത് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഒരു ഫീൽഡ് സ്റ്റഡി ആണല്ലോ. അപ്പൊ ആ സ്കൂൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതുപോലെ തന്നെ 1 or 1.5 pages ആയിട്ട് എഴുതണം. പിന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമുക്ക് എഴുതാം, ഒരു പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? ചിൽഡ്രൻ വിൽ ഗെറ്റ് മെനി സോഷ്യൽ വാല്യൂസ് വെൻ പ്രാക്ടീസിങ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്കൂൾ, റൈറ്റ്? ആ ഒരു എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു സോഷ്യൽ വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. The place for the preschool should be calm and connected with the nature. The environment of the school, both inside and outside, should be clean and have fragrance. The construction of the building should be in proper way. ഇതൊക്കെ ഓൺ വേർഡ്സ് ആണ്, അതുപോലെ തന്നെ എഴുതുക. ഞാൻ വായിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കുറെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതൊന്നും പ്രോബ്ലം ഇല്ല, നമുക്ക് ആ കണ്ടന്റ് ഒന്ന് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. All the internal premises should be child friendly. There should be small cupboards, racks, and drawer for each specified needs. The chairs and tables are of child friendly. All the furniture are of children's size. There should hang beautiful pictures inside the walls. Simple sentence le എഴുതിയാൽ മതി. ഒരു സ്കൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവിടെ എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, അവിടുത്തെ ക്ലെൻലിനെസ് എങ്ങനെയാണ്,
പിന്നെ അവിടെ ബോർഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ബോർഡാണ്, ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ആണോ വൈറ്റ് ബോർഡ് ആണോ, പിന്നെ ടോയ്സ് ഉണ്ടോ, പിന്നെ ഔട്ട്സൈഡ് ദ ഏരിയാസ് ക്ലാസ് റൂമിന് പുറത്ത് എങ്ങനെയാണ്, ഗാർഡൻ ഉണ്ട് സ്കൂളില്, ബാക്ക് ഗാർഡില് പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ സ്വിങ്സ് ഉണ്ട്, മങ്കി ബാർ ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ KG സെഷന്റെ സ്കൂളിലെ KG സെഷന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചില സ്കൂളുകളിൽ there is ഫെസിലിറ്റി ഫോർ മഡ് പ്ലേ, അത് കൂടുതലും മോണ്ടിസോറി ടൈപ്പ് സ്കൂളുകളിലാണ് ചെളിയിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, വാട്ടർ പ്ലേ വെള്ളത്തിൽ കളിക്കാനുള്ളത് ഉണ്ടാവും. പിന്നെ വാക്വം ക്ലീനർ, മോപ്പ് ആൻഡ് ബ്രൂം ആർ യൂസ്ഡ് ഫോർ ക്ലീനിങ് പർപ്പസ്, അതൊക്കെ കാണിക്കാം സ്കൂളിന്റെ ക്ലീനിങ് പർപ്പസ് എങ്ങനെയാണ്. Chairs are arranged in an attractive way. Children will get many social value when practicing in this environment. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ആദ്യമായിട്ട് ആ പ്രീ സ്കൂളിൽ പോയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ, പിന്നെ അതിന്റെ ഔട്ട്കം, ആ സ്കൂളിന്റെ എൻവയോൺമെന്റ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ട്കം ഒറ്റ സെന്റൻസിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ. Children will get many social values when practicing in this environment. Okay. മാം ഇത് നമ്മൾ സ്കൂളിൽ പോയതിന് ശേഷമാണോ എഴുതേണ്ടത്, അതോ ഇപ്പൊ നമ്മള് ആ ഒരു പേജ് നിങ്ങൾക്ക് വിടാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രീ സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് വെച്ചിട്ടും എഴുതാം. നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഒരു 2 പേജ് അതിന് വേണ്ടി വിടുക, അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പോഴെങ്കിലും ആ ഫീൽഡ് സ്റ്റഡി എന്നുള്ളത് കാണിച്ചാൽ മതി. അത് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് റൂമിൽ ഇടാനുള്ള. ഇത് മോണ്ടസോറി ബേസ്ഡ് സ്കൂൾ തന്നെ ആയിരിക്കണ്ടേ? നമ്മളുടെ എല്ലാ ഏരിയയിലും മോണ്ടിസോറി ബേസ്ഡ് സ്കൂള് ഉണ്ടാകാൻ ചാൻസ് ഇല്ല അല്ലെ. റിമോട്ട് ഏരിയയിലൊന്നും അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. സിറ്റീസിലൊക്കെ പിന്നെയും ഉണ്ടാകും. പിന്നെ എൻട്രി, മോണ്ടിസോറി സ്കൂളിലേക്ക് അവരെ എൻട്രി തരിക എന്ന് പറഞ്ഞാലും അത് ഇച്ചിരി പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ എൻട്രി, നമ്മളെ ഇവിടെ മോനെ വിടുന്ന സ്കൂൾ അങ്ങനെ മോണ്ടിസോറി ബേസ്ഡ് അല്ല. അപ്പം അത് സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റ് ബോർഡ് ഇതിന്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മോണ്ടിസോറി സ്കൂളിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണം നിർബന്ധമില്ല. ഞങ്ങൾക്ക് മോണ്ടിസോറി സ്കൂളിൽ ചെയ്യേണ്ടെന്നായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ മോണ്ടിസോറി സ്കൂളിൽ തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. മാം എടപ്പള്ളിയിലില്ലേ മാം ഒരു സ്കൂള് മോണ്ടിസോറിയുടെ? എന്താ അത്? എടപ്പള്ളിയിൽ ഉണ്ട് പറഞ്ഞ, ഞാനത് കേട്ടിട്ടുണ്ട്. കാക്കനാട് ഏരിയയിലും അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാക്കനാട്, പാലാരിവട്ടം, ആ സൈഡിലുണ്ട്. എടപ്പള്ളിയിലും ആ സൈഡിലും എവിടെയോ ഉണ്ട് പറഞ്ഞ ഒരു മോണ്ടിസോറി സ്കൂള്. പിന്നെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ സൈഡിലൊക്കെ ഉണ്ട് ഒരു സ്കൂള്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇൻഫോ പാർക്കിന്റെ ആ ഏരിയയില് മോണ്ടിസോറി സ്കൂളുകൾ അങ്കമാലി ഉണ്ട് ടീച്ചറെ, ഉണ്ടോ? ഞാൻ ചെയ്തത് ഇവിടെ പറവൂരിന്ന് ഒരു പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ പട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ ആ സ്കൂള് വർക്കിംഗ് ആണോ എന്നും അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അവിടെ തന്നെയാണ് ഞാൻ കുറച്ചുനാള് വർക്ക് ചെയ്തത്. ടീച്ചറെ നമുക്ക് ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴേ ആ സ്കൂളിൽ ഇത്ര അഫിലിയേഷൻ ഉള്ള അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ ടീച്ചറെ? അങ്ങനെ പ്രോബ്ലം ഇല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്കൂൾ നോക്കി സെലക്ട് ചെയ്യാൻ മീൻസ് ചിലപ്പോ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ അവര് നമ്മളെ അവിടെ അബ്സോർവ് ചെയ്യും. അവിടെ തന്നെ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ വർക്ക് ഞാൻ ചോദിച്ചതേ, നമ്മളുടെ കോഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. മന്ത്സ് ലീവ് കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമുക്ക് നമ്മളവിടെ തന്നെ ചെയ്താ പോരെ? അതെ അതെ, മതി മതി. മാം എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഈ പറഞ്ഞ ഒബ്സർവേഷൻ നടത്തിയിട്ട് പോരാന്നൊരു ഐഡിയയിലാണ്. പിന്നെ ഞാൻ മാമിനെ സെപ്പറേറ്റ് വിളിക്കാം. എനിക്ക് കുറെ സംശയമുണ്ട്. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചത് തിയറിയാണ്. അവിടെ ചെന്ന് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവരെന്താ ചോദിക്കാന്നും അറിയില്ല. അതാണ് ഞാൻ മാമിനെ പിന്നെ വിളിക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മളൊരു FAQ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി മേക്കിംഗ് FAQ. FAQ മീൻസ് ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് അല്ലെ. നിങ്ങളൊരു പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു. ഒരു പുതിയ സ്കൂൾ തുടങ്ങുമ്പോ പബ്ലിക്കിന് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവര് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഫ്രീക്വന്റ്ലി
ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഒന്നും. വാട്ട് ഇസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ ചോദിക്കാം, അതും അതിന്റെ ആൻസർ Yes, കൊടുക്കാം. ma'am. ഞങ്ങൾ ഒത്തിരി ഫേസ് ചെയ്തതാ. ആണോ? ഒരു 5 years ഭയങ്കര സംശയമായിരുന്നു. ഞാൻ ഏകദേശം ഒരു 12 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ, വെദർ കൺവെയൻസ് ഈസ് പ്രൊവൈഡിങ്, ട്രാവലിംഗ് ഫെസിലിറ്റി ഉണ്ടോന്ന്, ഹൗ മെനി വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക്, എല്ലാത്തിനും ആൻസർ കൊടുക്കണം കേട്ടോ. ഈസ് ദെയർ യൂണിഫോംസ്, ഫ്രം വെയർ വി വിൽ ഗെറ്റ് യൂണിഫോംസ്, ഈസ് ദെയർ ഓൺലി വൺ യൂണിഫോം, no Wednesday we have different type of uniform like that, other 4 days same color uniforms which will be given in 2 pairs എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. What are the other materials the children have to bring, കുട്ടികൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ വേറെ എന്തൊക്കെയാണ്, ബാഗ്, ലഞ്ച്, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ആൻഡ് അംബ്രല്ല എന്നാണ് ആൻസർ ചെയ്തേക്കുന്നത്. വാട്ട് അബൌട്ട് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്, അപ്പൊ അത് ചോദിച്ചു. അപ്പൊ ബുക്ക് നമ്മൾ കൊണ്ടുവരണോ, അങ്ങനെ ഡൗട്ട് വരുമല്ലോ. ഓൾ ദ ബുക്സ് വിൽ ബി പ്രൊവൈഡഡ് ഫ്രം ദ സ്കൂൾ ഇറ്റ് സെൽഫ്. ആൻസർ. Is there any extracurricular activities? Yes, dance and music. What is the fee structure? നിങ്ങൾക്ക് വേറെ എഴുതാട്ടോ, ഞാൻ അന്ന് അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഫീ സ്ട്രക്ചർ ചോദിക്കും, അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഫീസ് ഡീറ്റെയിൽസ് ആർ ഗിവൺ ഇൻ ദ ബ്രോഷർ ഇറ്റ് സെൽഫ്. ഇഫ് എനി ഡൗട്ട് ക്യാൻ കോൺടാക്ട് ദ ടെലിഫോൺ നമ്പർ ഗിവൺ ഇൻ ദി ബ്രോഷർ. ഇഫക്റ്റീവ്ലി നമ്മളത് ആൻസർ ചെയ്തിട്ടില്ല. ഈസ് ദെയർ എനി ഇവാലുവേഷൻ, കാരണം നമ്മള് ഫീ അവിടെ പറയുമ്പോഴേക്കും വേറെ ക്വസ്റ്റ്യൻ ഫീ റിലേറ്റഡ് വരും. നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. ഈ ക്ലോസ് ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ, ഈസ് ദെയർ എനി ഇവാലുവേഷൻ? യെസ്, വീക്ക്ലി ആൻഡ് മന്ത്ലി ഇവാലുവേഷൻസ് ആർ ദെയർ. കുട്ടികളുടെ പെർഫോമൻസ് നോക്കുന്നത്. ഈസ് ദെയർ എനി PTA മീറ്റിംഗ്? യെസ്, മന്ത്ലി ദെയർ ഈസ് PTA മീറ്റിംഗ്. കാരണം 12 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. 12 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമല്ലോ. സ്കൂള് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ പബ്ലിക്കിന് പൊതുവെ വരുന്ന കുറെ സംശയങ്ങൾ. നെക്സ്റ്റ് വൺ, അതും ഒരു ഫീൽഡ് അസൈൻമെന്റ് ആണ്. ടീച്ചറെ, അത് പുതുതായിട്ട് തുടങ്ങുമ്പോഴെന്നല്ല, ഒരു കുഞ്ഞിനെ പുതുതായിട്ട് ചേർക്കുമ്പോഴല്ലേ കൂടുതൽ അത്ര. ഓക്കെ, രമ്യ, അതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ? പുതുതായിട്ട് തുടങ്ങുമ്പോ പബ്ലിക്കിന് വേറെ പല നിങ്ങളെ കൊണ്ട് സാധിക്കുവോ, ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ള ക്വസ്റ്റ്യൻസ് അധികം വരിക. ഇതെങ്ങനെ മൂവ് ചെയ്യിക്കാനാകും എന്നുള്ള, റണ്ണിങ് ആകും എന്നുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഒരു പാരന്റ് പുതുതായിട്ട് ഒരു കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ക്വസ്റ്റ്യൻസ്, പാരന്റ്സിന്റെ കുറെ കൺസേൺസ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ മാറ്റിയേക്കാം ആക്ടിവിറ്റി, അതാണ് കുറച്ചുകൂടെ നല്ലത്. ശരിയാ. നെക്സ്റ്റ് വൺ, good preschool teachers and finding out their qualities. നമ്മൾ കണ്ടിട്ടുള്ള നല്ല വളരെ എന്താ പറയാ, കുട്ടികളെ നല്ല രീതിയിൽ കണ്ടിരിക്കുന്ന 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഒറിജിനൽ ആയിട്ട് തന്നെ വേണം. ഞാൻ എഴുതിയിരുന്നത്, ഞാൻ പട്ടത്തുള്ള ഞാനൊരു മോണ്ടിസോറി സ്കൂൾ ഇന്റേൺഷിപ്പിന് പോയില്ലേ, അവിടുത്തെ സാറിനെ കുറിച്ചായിരുന്നു, മിസ്റ്റർ രാജീവ് ദീപകർ, ആ സാറിനെ കുറിച്ചായിരുന്നു. പിന്നെ എഴുതിയത് ആ സമയത്ത് മോൻ LKG-യിലായിരുന്നു. അപ്പം അവന്റെ ക്ലാസ് സിസ്റ്റർ ആൻഡ്രീത്ത ഉണ്ടായിരുന്നു, സിസ്റ്ററിനെ കുറിച്ചായിരുന്നു എഴുതിയത്. ഒരു പേജ് കേട്ടോ, 2 പാരഗ്രാഫോ ചെറിയ 3 പാരഗ്രാഫോ ആയിട്ട്. പിന്നെ എന്നെ നഴ്സറി പഠിപ്പിച്ച, അന്ന് നഴ്സറി ഒക്കെ ആണല്ലോ, നഴ്സറി പഠിപ്പിച്ച ഒരു കനക ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. 3 പേരെ കുറിച്ച് നമ്മൾ എഴുതണം. ഇങ്ങനെ നമുക്ക് അറിയില്ലാത്തവരെ ഒന്നും പറ്റില്ല നമുക്ക്. അതങ്ങനെ ഒരു പാരഗ്രാഫ് ആണോ ടീച്ചറെ? ഒരു പേജാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, 3 പാരഗ്രാഫ്. ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും ഒരാളെ പറ്റി വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാന് മോന്റെ ക്ലാസ് സിസ്റ്ററിനെ പറ്റി എഴുതാം. ഞാൻ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. വെൻ മൈ സൺ വാസ് ഇൻ LKG, സിസ്റ്റർ ആൻഡ്രീത്ത വാസ് ഹിസ് ക്ലാസ് ടീച്ചർ. All the kids love her very much. She is very calm, patient and soft at heart. She is always keeping a smiling face. She is talking very softly. Kids will be around her every time. She is dealing with the കുട്ടികൾ സിസ്റ്റർ ആയിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് പാരഗ്രാഫില്. നെക്സ്റ്റ്, she is dealing with the parents in a well-mannered way. She likes to teaching. She is a good listener too. I think her most important quality is patience. നമ്മൾ ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. She have love and affection to her children. Children feel secure being with her. She is also have good aesthetic sense.
She is very interested in doing many art and craft activities. She is giving good guidance and support to the kids. ഇത്രയാണ് ഞാൻ ആ സിസ്റ്ററിനെ കുറിച്ച് എഴുതിയത്. അപ്പൊ അതുപോലെ നമ്മൾ അവരുടെ ക്വാളിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെയാണ്, മറ്റ് സ്റ്റാഫിനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് എഴുതാം, പാരന്റ്സിനോടുള്ള ഡീലിംഗ് എങ്ങനെയാണെന്ന് എഴുതാം. ആ രീതിയിൽ. ഓക്കെ, 3 പേരെ കുറിച്ച് ഇനി ജനറലി എഴുതാം. ഇതിപ്പോ നമുക്കറിയാവുന്ന 3 പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ചല്ലേ എഴുതി പറഞ്ഞത്. ഡിസ്കഷൻ അബൌട്ട് ദി ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. പ്രീ സ്കൂൾ ടീച്ചർ എങ്ങനെയായിരിക്കണം അവരുടെ, അതൊന്നും നമ്മള് അതിനെപ്പറ്റി ഒന്ന് നമ്മള് ഡിസ്കസ് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ പോയിന്റ്സ് വരും. ഒരു ടീച്ചിങ് പൊസിഷൻ എടുക്കുന്ന ഒരു ആള് എങ്ങനെയായിരിക്കണം എന്നാ നിങ്ങൾ പറയാ? നമുക്ക് എല്ലാവർക്കും ഒബ്സർവർ ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം വേണം, നമുക്കൊരു ജീവിത മാർഗം വേണം. പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ ഈ പ്രൊഫഷനെ കാണാൻ പറ്റുമോ? ഇല്ല. No ma'am. സർവീസ്. The people having interest and aptitude in teaching profession only join in this field. അങ്ങനെയുള്ളവർ മാത്രമാണ്. കാരണം അവർക്ക് ആ ഇൻട്രസ്റ്റ് വേണം ഒരു ടീച്ചർ ആവാൻ, ആ ഒരു പ്രൊഫഷൻ, അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളവര് വേണം ടീച്ചർ ആവാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഫുൾ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷൻ. പലപ്പോഴും ലെസ് പെയ്ഡ് ആവുമ്പോൾ ആണ് ഈ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അവർ ചെയ്യുന്ന വർക്കിനെ റെസ്പെക്ട് ചെയ്ത് അവർക്കൊരു ഡീസന്റ് പേ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയും. നമ്മള് ടീച്ചിങ് ജോബാണ്, കുട്ടികളെ നോക്കണം, ശരി തന്നെ, സർവീസ് ഉണ്ട് എന്നുള്ളത് തന്നെ. പക്ഷെ നമ്മൾ എന്ത് ഇത് ചെയ്താലും നമ്മളെ ആരും പറ്റിക്കരുത്, നമ്മളും ആരെയും പറ്റിക്കാൻ പാടില്ല. നമുക്കൊരു ഡീസന്റ് പേ കിട്ടണം, നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനും വാല്യൂ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഏതൊരു ജോബിന് പോയാലും. അതൊരു രീതിയിൽ അവര് ശരിക്കും പറഞ്ഞാൽ സ്കിൽഡ് ആർക്കിടെക്റ്റ് ആണ് ടീച്ചേഴ്സ്. എങ്ങനെയുള്ള ആർക്കിടെക്റ്റ്? ഫ്യൂച്ചർ ജനറേഷനെ ബിൽഡ് ചെയ്യുന്ന ആർക്കിടെക്ട് അല്ലേ? ആ ഫ്യൂച്ചർ ഇവരുടെ കയ്യിലാണ്. ആ ചെറിയ ഏജിൽ കിട്ടുമ്പോൾ ആ ഏജിൽ നമ്മൾ പല എറിക്സന്റെയും പിയാഗറ്റിന്റെയും ഒക്കെ എന്താ പറയാ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ടൈമിൽ അവരെ നല്ല രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവരുടെ ഫ്യൂച്ചറിൽ തന്നെ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഒരു ഏജിലെ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ആ ഫ്യൂച്ചർ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുള്ള ഒരു ഇതൊക്കെ നമ്മൾ ആ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗുഡ് സോഷ്യൽ സിറ്റിസൺസ്, നാളത്തെ ടുമോറോയിലെ ഗുഡ് സോഷ്യൽ സിറ്റിസൺസ് ആയിട്ട് മോൾഡ് ചെയ്യുന്ന ജോലിയാണ് ടീച്ചിങ് ജോബിന് ഒരു ടീച്ചേഴ്സിനുള്ളത്. അത് ജനറൽ ആയിട്ട് പിന്നെ പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അതൊരു എസ്സേ പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുറെ ക്ലാസ്സിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പിന്നെ ഗൂഗിൾ ചെയ്യുമ്പോൾ എന്തായാലും കുറെ കാര്യങ്ങൾ കിട്ടും. ഇതിനകത്ത് വരുന്നത് ആ ക്വാളിറ്റീസ് വരണം, പിന്നെ എങ്ങനെയുള്ള ആളുകളായിരിക്കണം ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലെ, ടീച്ചർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ പുതിയ ടെക്നോളജി അതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. കുട്ടികൾക്ക് എപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആവണം. ആ ഒരു പൊട്ടൻഷ്യൽ ടീച്ചർക്ക് വരണം. കുട്ടികളെ പല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുകൊണ്ട് വേരിയസ് ടീച്ചിങ് എയ്ഡ്സ് അതാണ് ഞാൻ പറയുന്നത്. ഈവൻ നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിലെ ട്രെയിനിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രെയിനർ ഒരു ഡെമോൺസ്ട്രേഷനും കാണിച്ചു തരില്ല. ഓരോ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കാനായിട്ട് ഓരോ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കില്ല. എല്ലാ ട്രെയിനീസും ക്ലാസ്സിലെ സ്റ്റുഡൻസ് ട്രെയിനീസും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ട്രെയിനർ. അങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനീസും എന്താ പറയാ തന്നെത്താനെ, അതായത് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അതാണ്. ദർ ഈസ് നോ ഡെമോൺസ്ട്രേഷൻ. പക്ഷെ ചില മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് ഞാൻ ചെറിയ ഗൈഡൻസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ 2 റെക്കോർഡ്സ് ഇനി വരാൻ പോകുന്നത് കംപ്ലീറ്റ് നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഓരോരുത്തരും അവരവരുടേതായ രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്നാൽ നമുക്ക് അത് കഴിയുമ്പോഴാണ് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്.
ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനൊരു എസ്സേ പോലെ ഒരു 1, 2, 3, 4.5 പേജ് എഴുതിയിട്ടുണ്ട് ഈ പ്രീ സ്കൂൾ ടീച്ചറിന്റെ രീതികളിലൊക്കെ. പിന്നെ ഹെൽത്ത് വൈസ് ടീച്ചർ നല്ല ഓക്കെ ആയിരിക്കണം. കാരണം എന്താന്ന് വെച്ചാല് റെസ്റ്റ് ഇല്ല, പ്രത്യേകിച്ചും മോണ്ടിസോറി അല്ലെങ്കിൽ പ്രീ സ്കൂൾ ടീച്ചേഴ്സിന് റെസ്റ്റ് ഇല്ല അല്ലെ. അവർക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലാതെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബാക്കി ഇപ്പൊ ഹയർ സെക്കൻഡറിയിലൊക്കെ ആകുമ്പോൾ അവർക്ക് ആ ബ്രേക്ക് പീരീഡ് അവർക്ക് അവിടെ ഇരുന്നാൽ മതി, കുട്ടികളുടെ പുറകെ പോയി അങ്ങനെ ഒന്നും ചെയ്യേണ്ടത്. കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കും, എല്ലാ സമയത്തും അവർ ശ്രദ്ധിക്കണം, നല്ല കെയർ കൊടുക്കണം. ചെറിയ കുട്ടികളാണല്ലോ, അതുകൊണ്ട് റെസ്റ്റ് ഇല്ല. അപ്പൊ റെസ്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് ടീച്ചർ സ്വന്തം ഹെൽത്ത് നല്ലപോലെ നോക്കണം. ടീച്ചർ ഒത്തിരി അങ്ങ് ഡൗൺ ആയി, ഫിസിക്കലി ഡൗൺ ആണെങ്കിൽ അത് കുട്ടികളെ വല്ലാതെ ആ ഒരു ഇമ്പാക്ട് കുട്ടികളിൽ വല്ലാതെ വരും. പിന്നെ ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. നമ്മൾ ആദ്യം നമ്മൾക്കറിയാവുന്ന പ്രീ സ്കൂൾ ടീച്ചറെ പറ്റി എഴുതി, പിന്നെ ജനറലി പ്രീ സ്കൂൾ ടീച്ചറെ പറ്റിയായി, പിന്നെ സെലിബ്രിറ്റികളായ ലോകം അറിയപ്പെടുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എഴുതിയത് ആരൊക്കെയാന്ന് പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഒരു പിക്ചറും പേസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ പിക്ചർ. ദെൻ ആനി സെല്ലവൻ. ആനി സെല്ലവൻ ആരാന്നറിയാലോ, നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ടീച്ചറായിരുന്നു. സെക്കൻഡ് വൺ അതായിരുന്നു. തേർഡ് വൺ അരിസ്റ്റോട്ടിൽ, ബിഫോർ ക്രൈസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറായിരുന്നു അരിസ്റ്റോട്ടിൽ. ഫോർത്ത് വൺ എല്ലാരും ആരെ പറ്റി നിങ്ങൾ എഴുതിയാലും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരാള് ഡോക്ടർ മറിയ മോണ്ടിസോറി. അതെല്ലാരും ഇൻക്ലൂഡ് ചെയ്യണം, ബാക്കി എങ്ങനെയായാലും പ്രശ്നമില്ല. ദെൻ ബുക്കർ ടി വാഷിംഗ്ടൺ. എഴുതുമ്പോ അവരേത് അവരുടെ ബോൺ ഡേറ്റ് അതും ഡൈഡ് അവരേത് എപ്പോ മരിച്ചു അതും എഴുതണം. ഓക്കെ, ഞാൻ അവര് ജനിച്ച സ്ഥലവും ഇയറും എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ അവർ മരിച്ചത്, ചിലര് വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവും. കൺഫ്യൂഷ്യസ്, ചൈനീസ് ടീച്ചർ. 6th വൺ അതായിരുന്നു. 7th വൺ നൺ അതർ ദാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നെക്സ്റ്റ് വൺ ലൂയിസ് ബ്രെയിലി. ബ്രെയിലി ലിപിയിലെ അത് ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ടുള്ളത്. ലൂയിസ് ബ്രെയിലി ഫ്രാൻസിലുള്ളതായിരുന്നു അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. ഒരു ആക്സിഡന്റിൽ പെട്ടാണ് 3 വയസ്സുള്ളപ്പോ അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച നശിക്കുന്നത്. അങ്ങനെ ഡെവലപ്പ് ഒരു ഡോട്ട് കോഡ് ഡെവലപ്പ് ബ്ലൈൻഡ് പീപ്പിളിന് എഴുതാനും വായിക്കാനും ഉദ്ദേശിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ബ്രെയിലി ലിപി ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതും. 1.5 പേജസ് മതിയാകും. പക്ഷെ ഈ ഫോട്ടോയെ പൊട്ടിച്ച് അവരുടെ ബോണ്ട് ഡയറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കഴിയുമ്പോഴേക്കും ഒരു 1/4 പേജിന്റെ കഴിയും, ഒരു 1/3 കഴിയും. അങ്ങനെ എഴുതും. നെക്സ്റ്റ് വൺ സോക്രട്ടീസ്. സൈക്കോളജിസ്റ്റുകളുടെ വിവരണമല്ല, അപ്പൊ അതിന് നമ്മൾ എന്താ ടൈറ്റിൽ കൊടുക്കണ്ടേ? ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. എല്ലാം ഞാൻ ലിസ്റ്റ് തരും കേട്ടോ. ലാസ്റ്റ് വൺ ഐസക് ന്യൂട്ടൺ. അങ്ങനെ 10 പേരെ കുറിച്ച് എഴുതും. ടീച്ചറെ എത്ര വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ? മാം ഈ സെയിം ആൾക്കാരെയാണോ നമ്മൾ എഴുതണ്ടേ? അല്ലല്ല, നിങ്ങൾക്ക് ആരെ പറ്റി വേണമെങ്കിൽ എഴുതാം. വേൾഡ് ഫേമസ് ടീച്ചേഴ്സ് ആരെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ നിർബന്ധമായിട്ടും മറിയ മോണ്ടിസോറി ഇൻക്ലൂഡ് ചെയ്യണം. ഒരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം, ബാക്കി 9 പേര് ആരും ആവാം. രമ്യ ചോദിച്ചത് എന്തായിരുന്നു?
ഇത്ര വേർഡ്സ് എന്നുള്ളത് ഉണ്ടോ? നമുക്കത് ആ എഴുതി തരുന്ന assignment ഇത്ര വേർഡ്സ് വേണമെന്നുള്ളത് ഒരു പേജ് ലൈക്ക് 100 words. ആ, Yeah, അത് ശരി. 100 to 150 words. ആ ഞാനത് പാരഗ്രാഫ് ആയിട്ട് 1, 2, 3, 4 പാരഗ്രാഫ്സ് അല്ല, ആയിട്ട് നമ്മൾ അസൈൻമെന്റിൽ ഇത്ര വേർഡ്സ് ഇത്ര പാരഗ്രാഫ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഉണ്ടോ? 150 words. പിന്നെ പാരഗ്രാഫ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായിക്കാൻ ഒരു രസം തോന്നും. ചെറിയ ചെറിയ പാരഗ്രാഫ്, ഒറ്റ പാരഗ്രാഫ് ആയിരുന്നെങ്കിൽ കുറെ ഇങ്ങനെ നമ്മളിപ്പോ നമ്മളുടെ നോട്ട്സ് വായിക്കുമ്പോഴും ചെറിയ പാരഗ്രാഫ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എളുപ്പമല്ലേ, വായിക്കാൻ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ 4 പാരഗ്രാഫ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാ വായിച്ചിരിക്കുന്നത്. പക്ഷെ പാരഗ്രാഫ് ആക്കുമ്പോൾ നമുക്ക് ആ കണ്ടന്റ്, ഒരു കാര്യം ഇപ്പം അദ്ദേഹം ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അത് പറഞ്ഞ്, നെക്സ്റ്റ് ബ്രെയിലിയുടെ കാര്യം പറഞ്ഞപ്പോ ബ്ലൈൻഡ് ആയ കാര്യം ഒരു ഇതിലിട്ടു, അതുകൊണ്ടാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്തത്, അങ്ങനെ അങ്ങനെ ആ രീതിയിൽ പോകും. ഓക്കെ, അപ്പം 10 persons ആണേ. നിങ്ങൾ പോകുന്ന സ്കൂളില് അവിടെ ചെല്ലുമ്പോ കുട്ടികൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാണാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യുന്ന കാണാം. നമ്മളുടെ കയ്യിലുണ്ടാവും പല ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട്. അപ്പം ആ ഒരു പോയ സമയത്ത് എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോയ സ്കൂളില് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കില്ല, അവിടുത്തെ ടീച്ചറിന്റെ ഒരു അസിസ്റ്റന്റ് പോലെ നമ്മൾ കൂടെ ചിലപ്പോ 2-3 ദിവസം നിന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു സെഷനൊക്കെ ആ ടീച്ചറാണ് തരുന്നത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് ആ സമയത്ത് ഒരു ഫീൽഡ് അസൈൻമെന്റ് ആയിട്ട് എഴുതാം, ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ. ക്ലിയർ ആയോ? ഞാൻ ഏകദേശം ഒരു 3 pages എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആ കുട്ടികൾ അല്ലെങ്കിൽ ഒരു വീക്കിലെ കാര്യങ്ങളായിട്ട് എഴുതാം. അവര് ഫീൽഡ് ട്രിപ്പിന് പോയതും ലഞ്ച് ടൈമിൽ അവരെങ്ങനെയാണെന്നുള്ളതും, പിന്നെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി നമ്മളിപ്പോ അവർക്ക് വർക്ക് കൊടുത്തുവിടല്ലോ, ചാർട്ട് വർക്കൊക്കെ. അവരിപ്പോ ഞങ്ങൾ കൊടുത്തുവിടുന്ന ഇത്ര അക്ഷരം പഠിച്ചു കഴിയുമ്പോ ആ അക്ഷരത്തിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. പാരന്റ്സ് ആണ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്, പക്ഷെ അത് ഭയങ്കര ഒരു ഹാപ്പിയാണ് അവരെന്നാ അത് കൊണ്ടുവരുമ്പോ. അപ്പൊ അത് സ്വരാക്ഷരങ്ങൾ മലയാളം ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിച്ചു തരുമ്പോ അത് കഴിയുമ്പോ വർക്ക് ചെയ്യിച്ച്. ഞാൻ ഓർത്തു KG കുട്ടികൾ എങ്ങനെയാ ചാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചോണ്ട് അത് പറഞ്ഞു പാരന്റ്സ് ചെയ്യാൻ. അതെ മാം, ഇവിടെ പാരന്റ്സിനാണ് പണി. പിള്ളേർക്ക് ഓരോന്നുണ്ടാക്കാൻ വന്ന പാരന്റ്സിനാണ് അത് പിന്നാലിരുന്നത്. ഇപ്പൊ നാളെ ഓരോന്ന് പറഞ്ഞ് നമ്മളാണ് ചെയ്ത് കൊടുത്തു വിടുന്നത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ചാർട്ട് എന്നൊക്കെ പറഞ്ഞു. മാം, പക്ഷെ ഈ ആക്ടിവിറ്റീസ് നമ്മൾ സ്കൂളിൽ ചെയ്യിക്കുന്ന കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ച് ഇപ്പൊ ഫസ്റ്റ് കളേഴ്സ്, പ്രൈമറി കളേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുമല്ലേ കുറച്ചും കൂടി ഇത് വരുന്നത്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലേ മാം ഉദ്ദേശിച്ചത്? നമ്മൾ ചെല്ലുമ്പോ അവിടുത്തെ ഒരു മെയിൻ ടീച്ചർ ഉണ്ടാവും. ടീച്ചർ ചെയ്യിക്കുന്നത് കണ്ട് അതും നമുക്ക് നോട്ട് ചെയ്യണം, വായിക്കണം. The children are divided into different groups. ഞാൻ ചെന്ന സ്കൂളിൽ അങ്ങനെയായിരുന്നു, അക്കോർഡിംഗ് ടു their potential, not the age. അതൊരു മോണ്ടിസോറി സ്കൂളായിരുന്നു. പക്ഷെ നമ്മളൊരു സാധാരണ പ്രീ സ്കൂളിൽ പോകുമ്പോൾ ഒരേ ഏജിലുള്ള കുട്ടികളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എഴുതിയത് അവിടെ children are divided into different groups according to their potential, not the age. Each group is handled by different persons. After one session, about 15 to 20 minutes, the groups are interchanged by some teachers or facilitators, something like that. Each teacher's learning place. അവിടെ ടീച്ചർമാരും ഉണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. മെയിൻ ഡയറക്ടർസ് സാർ ഉൾപ്പെടെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഓരോ സ്റ്റേഷൻ ആയിട്ടാണ്, അതായത് ഓരോ സെക്ഷൻ ഇതിന് കൊണ്ടുപോകുന്നത്. പ്ലേ സ്റ്റേഷൻ ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ കുക്കിങ്ങിന്റെ സ്റ്റേഷൻ ഉണ്ടാകും, പിന്നെ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സ്റ്റേഷൻ പോലെ, അങ്ങനെ ഓരോ അതിലേക്ക് പോകുമ്പോ അവരൊരു ട്രെയിൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ്. ഇപ്പൊ 10 കുട്ടികളെ ഒരു സ്റ്റേഷനിലേക്ക് വിടുവാണെങ്കിൽ, അത് സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ്, റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു സ്റ്റേഷൻ പറയില്ല അതുപോലെ. അപ്പൊ ട്രെയിൻ മൂവ് ചെയ്യുന്ന പോലെയാണ് കുട്ടികൾ മൂവ് ചെയ്തിരുന്നത്, one station to other by forming a train.
Some group are doing coloring with crayons, some group is doing some work with paints. With the paint they are making some snake like pattern and putting small circles of 30 numbers in the pattern. അങ്ങനെ എന്തോ ഒരു ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരുന്നു. Then kids are practicing to write from 1 to 30 numbers. Every day during the morning gathering song they are singing a good morning song. എല്ലാ ദിവസവും ആ മോർണിംഗ് ഒരു ഗുഡ് മോർണിംഗ് സോങ് അവർ പാടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വരുവാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് എല്ലാവരും റൗണ്ടിലിരിക്കും. അവിടെ വന്നിട്ട് ഒരു ഗ്ലോബ് ഉണ്ട്, വലിയൊരു ഗ്ലോബ് ഉണ്ട്. ആ ഗ്ലോബ് വെച്ചിട്ട് നമ്മളിപ്പോ എവിടെയായിരിക്കും എന്നൊക്കെ വെച്ച് അങ്ങനെ പറഞ്ഞ് അവരുടെ ഒരു ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെയാണ്. ഗുഡ് മോർണിംഗ് സോങ് പറയും. അതിനുശേഷം അവിടെ ചെയ്യിച്ചിരുന്ന ഒരു കാര്യം, ആഫ്റ്റർ ദാറ്റ് ദേ ആർ പ്രാക്ടീസ് ടു സേ അബൌട്ട് ദി ഡേ. അന്നത്തെ ഡേ ഏതാണ്, ഡേറ്റ് ഏതാണ്, ക്ലൈമറ്റ് എങ്ങനത്തെയാണ്, അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ പറയിക്കും. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഈച്ച് ഗ്രൂപ്പ് ഈസ്, അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ സ്ഥലത്തേക്ക് ട്രെയിൻ പോലെ അവര് ഡിഫറെന്റ് സ്റ്റേഷനിലേക്ക് അവർ മൂവ് ചെയ്യുക. എല്ലാ കുട്ടികളെയും കൂടി ഒരു പ്ലേസിലേക്ക് അല്ല വിടുന്നത്. ഒരു സ്റ്റേഷനിലുള്ള ഒരു കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ മെനി ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടീച്ചിങ് എയ്ഡ്സ് ആർ ദെയർ. പിന്നെ എഴുതിയത് ദ ഫ്ലോർ ഓഫ് ദ ക്ലാസ് ഈസ് വൈറ്റ് ഗ്രാനൈറ്റ്. വൈറ്റ് ഗ്രാനൈറ്റ് ആയിരുന്നു ആ ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മാർക്കർ പെൻ നിറയെ ആ ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ആ ഫ്ലോറിൽ എന്തും എഴുതാം, എന്തും വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഫ്ലോറ് വൈറ്റ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടേക്കുള്ള സ്കൂളുകളിൽ കുട്ടികൾ എന്തെങ്കിലും കുത്തിക്കുറിച്ച് കഴിഞ്ഞാൽ തന്നെ ആകെ പ്രശ്നമല്ലേ. പക്ഷെ ഇത് ആ ഫ്ലോറ് വൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് എഴുതാൻ. നിറയെ ഇത് മാർക്കർ പെൻ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. മാം എവിടെ പോയത് മാം? ഇവിടെ നാട്ടിൽ തന്നെയാണോ? അതെ അതെ, ഇവിടെ നോർത്ത്. അല്ല, പക്ഷെ ഇപ്പൊ ഈ മാർക്കർ യൂസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? മീൻസ് അത് പെർമനന്റ് അല്ല, ടെമ്പററി മാർക്കർ ആയിരിക്കും അല്ലേ? അതെ, നമ്മള് വൈറ്റ് ബോർഡിൽ എഴുതുന്ന മാർക്കർ ഇല്ലേ, അത് നമുക്ക് നല്ല മാർക്കറോ പെർമനന്റ് മാർക്കറോ അല്ല. കുട്ടികൾക്ക് അധികം ഹാം ആവാത്ത ഇങ്കുള്ള മാർക്കർ. പിന്നെ ടീച്ചർമാരും എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് അവിടെ ഒരു ചെയർന്നോ ബോർഡെന്നോ ഇല്ല. കുട്ടികൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മളും ഇരുന്ന് അവരുടെ കൂടെ എഴുതുവാണ്. പിന്നെ ടീച്ചർ ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റി, ടീച്ചറല്ല ശരിക്കും ഡയറക്ടറസ് ഫെസിലിറ്റേറ്റർ, ശരിക്കും മോണ്ടിസോറി സ്കൂളിലെ ടീച്ചർ എന്ന് പറയില്ലല്ലോ. അപ്പൊ ടീച്ചർ ഒരു നമ്പർ എഴുതുവാണെങ്കിൽ അപ്പൊ കുട്ടികള് ഡിഫറെന്റ് ഒബ്ജക്ട്സ് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ടോയ്സോ എന്തെങ്കിലും. ഇപ്പൊ 2 എന്നുള്ള നമ്പർ എഴുതുവാണെങ്കിൽ അവര് എന്തെങ്കിലും 2 ഒബ്ജക്ട്സ് കൊണ്ടുവന്ന് കുട്ടികൾ അവിടെ പ്ലേസ് ചെയ്യും. അത് അവിടെ ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു. 4 ആണ് എഴുതുന്നതെങ്കിൽ അവരവിടെയുള്ള ഒബ്ജക്ട്സ് 4 എണ്ണം കൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് അപ്പൊ ആ ഒരു കൗണ്ടിങ് അവർ പഠിക്കുവാണ്. സംടൈംസ് ദേ ആർ ട്രെയിൻ ടു മേക്ക് ലെമണേഡ്. ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അവർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുടിക്കണം എന്ന് തോന്നുമ്പോ അവർ തന്നെ ലെമണേഡ് ഉണ്ടാക്കും. പിന്നെ ദേ വിൽ ഗോ ഫോർ പ്ലേ ഇൻ ദ കോർട്ട്യാർഡ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്യുവർലി മോണ്ടിസോറി അവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കൗണ്ടിങ് ഒക്കെ ചിലപ്പോൾ ഒരു സാധാരണ ലേണിംഗ് രീതിയിൽ തന്നെ അത് ഈ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് അവിടുത്തെ സ്റ്റഡി മെത്തേഡ്. കൗണ്ടിങ് അങ്ങനെ. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് കോർട്ട്യാർഡിൽ പോകും. അപ്പൊ അവിടെ ഒരു ഭയങ്കര ഷെയ്ഡ് ഉള്ള ഒരു മരം ഉണ്ടായിരുന്നു. അതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അത് കുറേ കാറ്റ് വരുമ്പോ കുറേ താഴെ വരും. ചില കുട്ടികൾ ഈ മാർക്കർ പെൻ വെച്ചിട്ട് ഇങ്ങനെ കൗണ്ടിങ്, അതായത് ടീച്ചർ ഒരു നമ്പർ എഴുതുമ്പോൾ ഫെസിലിറ്റേറ്റർ ഒരു നമ്പർ എഴുതുമ്പോൾ അവർ അങ്ങനെ എടുത്തു വെക്കാനൊന്നും കാണിക്കില്ല. അപ്പൊ ജസ്റ്റ് ആ കോർട്ട്യാർഡിൽ വീഴുന്നതല്ല 5 ലീവ്സ് കൊണ്ടുവരാൻ പറയുമ്പോൾ അവര് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്ത് ലീവ്സ് എടുത്തുകൊണ്ട് വരും. അപ്പൊ അങ്ങനെ കൗണ്ടിങ് പ്രാക്ടീസ്. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത് അത് ചെയ്യിക്കും. പിന്നെ അതിവിടെ പല ഷേപ്സും സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഡയമണ്ട് അങ്ങനെയൊക്കെയാണ്. അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു മ്യൂസിക് പ്ലേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇൻ ബിറ്റ്വീൻ ടൈം സ്ലോട്ടിൽ മ്യൂസിക് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് സാർ ആയിരുന്നു ഗൈഡൻസ് ചെയ്തത്. സാർ പെട്ടെന്ന് എന്നിട്ട് പറയും, ജിഷ അവർക്ക് ഒരു ആക്ഷൻ സോങ് ചെയ്യിക്കുക, അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക. അവർക്ക് ആ ഒരു മടുപ്പ് തോന്നില്ല. ഒരേ കാര്യം തന്നെ. നമുക്ക് എന്തടുത്ത ഇന്റർവെൻഷൻ കൊടുക്കണം, എന്ത് ആക്ടിവിറ്റി കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. കൺഫ്യൂഷൻ വരുമ്പോൾ സാർ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി ഇന്റർവെൻ ചെയ്യും. അങ്ങനെ ആക്ഷൻ സോങ് ഒക്കെ ചെയ്ത് അപ്പോഴേക്കും അവര് നല്ല റിഫ്രഷ്ഡ് ആവും. പിന്നെ കുട്ടികളെ കൊണ്ട് എയർപോർട്ടിലേക്ക് പോയി ഒരു ഫീൽഡ് ട്രിപ്പ്.
ഇതിന്റെ ഭാഗമായിട്ട് കിഡ്സ് എൻജോയ് ദ ട്രിപ്പ് വെരി മച്ച്. പിന്നെ ബുക്ക് റീഡിങ്ങിനായിട്ടൊരു 20 minutes ഉണ്ട്. എല്ലാ കുട്ടികളും ബുക്ക് റീഡിങ് ഒക്കെ ആവില്ല, ചിലര് പിക്ചേഴ്സ് ആയിരിക്കും നോക്കുന്നത്. ഇത്തിരി ഏജ്ഡ് ആയിട്ട് ഇപ്പൊ 5 ആ ഒരു ഏജിലൊക്കെ ഉള്ളവര് ചിലര് വായിക്കും. സൈലന്റ് റീഡിങ് അവരെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് നോക്കിയിരുന്നു. Some will read, some will only looking at the pictures only. During the lunch time, they are practicing sharing of their food items. First, they are practiced to take care of their belongings such as bags, water bottles, etc. ഞാൻ അവിടെ ചെല്ലുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് വട്ടറടിച്ചു. കാരണം വെച്ചാല് ലഞ്ച് ടൈമില് അവര് കാണിക്കുന്ന ഡിസിപ്ലിൻ, നീറ്റ്നെസ് ആ ഒരു ഏജില്. ഷൂ റാക്ക് ഉണ്ട്. അവർ വന്ന ഉടനെ തന്നെ അവർക്കറിയാം ഷൂ റിമൂവ് ചെയ്ത് കറക്റ്റ് അവർ പ്ലേസ് ചെയ്യും ആ ഷൂ റാക്കില്. എന്നിട്ട് തിരിച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കറിയാം അവരുടെ ഷൂ ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത്, അതെടുത്ത് കറക്റ്റ് ആയിട്ട് വിയർ ചെയ്തിട്ട് അവർ പോകും. they are practiced to become independent. അത് സംഭവിക്കും അവിടെ. ആക്ച്വലി നടക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ, ഇൻഡിപെൻഡന്റ് എല്ലാം. യെസ്, ഇത് ഇന്റേൺഷിപ്പിന് പോകുന്ന ടൈമിൽ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ എവിടെയാണോ പോകുന്നത്? ഇപ്പൊ മോണ്ടിസോറി സ്കൂളിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാനുള്ളത് കിട്ടിയത്. അപ്പൊ നമ്മൾ ഏത് സ്കൂളിലാണ് പോകുന്നത് അവിടുത്തെ രീതികൾ, ആക്ടിവിറ്റീസ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സ് പ്രെയർ തുടങ്ങി വൈകുന്നേരം നാഷണൽ ആണെങ്കിൽ അങ്ങനെ മതി. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഗെയിംസിന്റെ ഒരു ലിസ്റ്റ് എഴുതണം. അതൊക്കെ അറിയാലോ, ചെയ്യാൻ പറ്റുമല്ലോ. അന്ന് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലായിരുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു ലിസ്റ്റ്. ലേറ്റസ്റ്റ് കാർട്ടൂൺസ്, ചിൽഡ്രൻസ് ലേറ്റസ്റ്റ് കാർട്ടൂൺസ് എന്ന് പറഞ്ഞിട്ട്. അതൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല, ഞാൻ അതൊക്കെ ഗൂഗിൾ ചെയ്യുമായിരുന്നു. അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ അതെനിക്ക് അറിയായിരുന്നു, കാരണം ഞാനൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഡെനിസ് ദ മെനസ് എനിക്ക് പറഞ്ഞിട്ട് പറയാം. ഇപ്പോഴുള്ള കാർട്ടൂൺസ് ഒന്നും ചിലപ്പം റോങ് മെസ്സേജ് ഒക്കെ തരുന്നതല്ലേ. അപ്പൊ അതിനനുസരിച്ച് കാർട്ടൂൺസ് നോക്കുക. ടോം ആൻഡ് ജെറി തന്നെ അടിയിടി ബഹളം ഓട്ടം ചാട്ടം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാർട്ടൂൺസ്. ഡോറയൊക്കെ ചില സമയത്ത് കുട്ടികൾ വല്ലാണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ഒരുമാതിരി ഡോറ സംസാരിക്കുന്ന പോലെയൊക്കെ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ചോട്ടാ ഭീം, അതിന്റെ ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് നല്ല യൂസ്ഫുൾ ആയിരുന്നു ചോട്ടാ ഭീം. പിന്നെ ടോം ആൻഡ് ജെറി അതെ. എന്റെ മോള് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ചോട്ടാ ഭീമാണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. ഇനി ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം അതിനെ പറ്റി ഒരു എസ്സേ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള സ്കൂളിന്റെ ഒക്കെ പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയ സ്കൂളിലെ സാറും അവിടുത്തെ കുട്ടികളുടെയാണ്. ഞാനത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ന്യൂസ് വന്ന് കണ്ട് അങ്ങനെയാണ് ആ സ്കൂൾ അന്വേഷണം. കറക്റ്റ് ടൈമിൽ ഞാൻ മോണ്ടിസോറി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ ഒരു ന്യൂസ് വന്നു ഈ സ്കൂളിനെ കുറിച്ച്. സാറാണ് ഇരിക്കുന്നത്, അജി സാറ്. അപ്പൊ സാറ് കുട്ടികളും കൂടി ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ന്യൂസ് കണ്ടാണ് ഞാൻ ആ സ്കൂളിനെ പറ്റി അന്വേഷിച്ചത്. ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യൻ. കാരണം അവിടെ മ്യൂസിക് സ്റ്റേഷനിൽ ഭയങ്കര ഡ്രം ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തും ചെയ്യാലോ, അവർ പോയി ഡ്രം അടിക്കും, ട്രംപറ്റ് വായിക്കും. ശരിക്കും പറഞ്ഞ ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് തോന്നും. സാറ് വളരെ കൂളായിട്ടിരിക്കുന്നതാണ്. അങ്ങനെ കുറെ ക്ലാസ് റൂം ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഞാൻ ലിസ്റ്റ് തരാം, പറ്റുന്ന പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓൾമോസ്റ്റ് ആ ബുക്ക് തീരുന്നവരെ ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ഇത്. മാമിന്റെ സൈൻ ഉണ്ട്. ശരിക്കും 5 റെക്കോർഡും 5 മിനി റെക്കോർഡ്സും അങ്ങനെ പറഞ്ഞിട്ടാണ്. അതിൽ ഞാൻ ഇത് മാത്രമേ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ചെയ്യിക്കുന്നില്ല. കാരണം ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളത് കൊണ്ടാണ് ഇനി ഇത് മാത്രം ചെയ്യിക്കാന്ന് വിചാരിച്ചത്.
ബാക്കിയൊന്നും ശരിക്കും മാം റെക്കോർഡ് ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് എന്ത് ആരെങ്കിലും ചെയ്തിക്കണോ? റെക്കോർഡ് വാങ്ങിക്കണോ? ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ചെയ്യേണ്ടത് ഇല്ല. എന്തൊക്കെയാണെന്ന് മനസ്സിലായിരുന്നോ? മനസ്സിലായിട്ടില്ല. ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവര് രണ്ടുപേര് എനിക്ക് കൊറേ പറഞ്ഞു തന്നു. ഞാൻ രണ്ട് മൂന്നെണ്ണം ഇപ്പൊ സബ്മിറ്റ് ചെയ്ത് തന്നു. അവരിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് തന്നു. മൂന്നെണ്ണം ഞാൻ സബ്മിറ്റ് ചെയ്തിക്കണു. ഇനി ബാക്കി പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞിക്കണു അവര്. റെക്കോർഡൊക്കെ വാങ്ങി എന്നിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞു. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. റെക്കോർഡല്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് വാങ്ങിയിട്ട് പറഞ്ഞു തരണ്ടെന്ന് അവര് പറഞ്ഞിക്കണു. എന്നാണ് അതിന്റെ ഡേറ്റ് ഉണ്ടോ? ഇന്ന ഡേറ്റിന് ഇത് ചെയ്യണമെന്ന്? ആക്ച്വലി ഞാനൊരു ഡേറ്റ് വെച്ചിരുന്നു. ഡേറ്റ് കഴിഞ്ഞു. സാരമില്ല. അടുത്ത റെക്കോർഡ് തരാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒന്ന് മാക്സിമം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ കൂടുതൽ ആക്ടിവിറ്റീസ് വരുമ്പോഴേ നമുക്ക് ഭയങ്കര തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതായിട്ട് വരില്ലേ. നമ്മളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ തന്നെ അതിലേക്ക് വരണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഡിഷ് കുക്ക് ചെയ്യുക. അത് കുക്കിംഗ് ടൈം ഉണ്ടായിരിക്കും 10 minutes ആയിരിക്കും. 5 minute കൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവില്ലല്ലോ. അതുകൊണ്ട് അതെ, തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല റെക്കോർഡിന്റെ കാര്യത്തില്. അതുകൊണ്ടാണ് മാക്സിമം ടൈം ഞാൻ തരുന്നത്. ഓക്കെ, നോക്കൂ. കുട്ടികളുടെ വർക്കും കൂടെ സ്കൂളിൽ നിന്ന് ചെയ്തു വിടാറുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്യുമ്പോ ഇതിന്റെ കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പയ്യെ ചെയ്ത് സ്ലോ ആയിട്ട് വന്നുള്ളൂ. നമുക്ക് നിറയെ ചെയ്യാനുണ്ട്. ഈവൻ BEd-നേക്കാളും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ് മോണ്ടിസോറി. BEd സ്റ്റുഡൻസ് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് BEd ചെയ്തവർ അവര് തന്നെ പറയുമായിരുന്നു അത്. മാം ഇപ്പൊ പറഞ്ഞത് 2 നോട്ടല്ലേ മാം ഉള്ളത്? ഇപ്പൊ അസൈൻമെന്റ് കോളേജ് ബുക്ക് എന്ന് പറഞ്ഞത് 2 നോട്ടാണോ മാം വേണ്ടത്? ഇല്ല, ഒരെണ്ണം മതി. ഒന്നിലാണോ ഇതെല്ലാം ചെയ്യേണ്ടത്? പേജ് തികഞ്ഞില്ലെങ്കിൽ മാത്രം അടുത്തത് വാങ്ങുക, അത്രേ ഉള്ളൂ. എന്റെ ലാസ്റ്റ് പേജ് വരെ ഞാൻ എഴുതിയിരുന്നു. കണ്ടോ, ലാസ്റ്റ് പേജ്. ഇത് മാം ഫസ്റ്റ് പറഞ്ഞില്ലേ എന്താ ABCD ഒക്കെ വെച്ചിട്ട് 25 ഇത് വാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ആ ബുക്കിൽ എഴുതാൻ പറ്റൂല? അത് വലിയൊരു ബുക്ക്. ഇതിന് സെപ്പറേറ്റ് വേണം. നിങ്ങൾ ചെയ്യേണ്ടതാ. സെപ്പറേറ്റ് വേണം, വേറെ വേണം. ഇതിന്റെ ഈ പേരെന്താ വെക്കണ്ട ഈ ബുക്കിന്? ഇതിന്റെ ടൈറ്റിലാണോ? ഈ ആക്ടിവിറ്റിയുടെ ടൈറ്റിലാണോ? അതിന്റെ നോട്ടിന് നമ്മള് പേര് വെക്കണം ഫസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ്. അത് ഞാൻ തരും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരും കേട്ടോ. ഓക്കെ. ടീച്ചർക്ക് ക്ഷമ നല്ലോണം ഉണ്ടെന്ന്. ടീച്ചർക്ക് മോണ്ടിസോറി പഠിച്ചതിന് ശേഷമാണ് ക്ഷമ വന്നത്. ഇത്രയും ക്ഷമയില്ലായിരുന്നു. പറയോ ഏതാ? സാൻഡ് പേപ്പറിന്റെ. യെസ്. എനിക്ക് ആരാ സിജി ആണോ ആരോ സാൻഡ് പേപ്പർ 120യുടെ നമ്പർ പറഞ്ഞു. എനിക്ക് അന്ന് ഞാൻ വാങ്ങിച്ചത് 50 ആണോ 50 ആണോ 80 ആണോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പൊ എനിക്ക് പിടിച്ചപ്പോ ഒരു റഫ്നെസ് ഓക്കെ തോന്നി. സിജി ആണോ പറഞ്ഞേ? 120. അതെ മാം, 120 അല്ല 220 ആയിരുന്നു. 120യുടെ നോക്കിയപ്പോ അത് അതിനേക്കാളും ഒന്നും കൂടി റഫ്നെസ് തീരെ ഇല്ല. അത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഇത് വരണ്ടേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ 220 ഓക്കെ ആയിട്ട് തോന്നി. മോനെ കൊണ്ട് ടച്ച് ചെയ്യിച്ചപ്പോ മോന് കുറച്ചുകൂടെ ഇഷ്ടമായത് സിജി സെലക്ട് ചെയ്തു. അങ്ങനെയല്ലേ പറഞ്ഞേ? അതെ മാം. റഫ്നെസ് കൂടിയതാണ് മോന് ഇഷ്ടമായത്, ശരിയല്ലേ? അതെ മാം, അവനത് തൊട്ടു. അപ്പൊ ഞാൻ മറ്റേത് തിരിച്ചു കൊണ്ടേ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് വേണ്ടാന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് ഇത് തന്നെ ഞാൻ ഒരു 5-10 മേടിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇതെന്തായാലും 220 തന്നെയാണ് കറക്റ്റ് ആയിട്ട്. നല്ലപോലെ കട്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോ സൂക്ഷിക്കുക, കൈമുറിയാതെ. കാരണം പേപ്പർ നൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഈ ആക്ടിവിറ്റി ആണ്?
നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂം, മോണ്ടിസോറി ആയാലും പ്രീ സ്കൂൾ ആണെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കാൻ ടീച്ചറായിട്ട് ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ കുറെ മെറ്റീരിയൽസ് വേണം. കൊച്ചുകുട്ടികളെയല്ലേ പഠിപ്പിക്കാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങൾ വേണം. ടീച്ചിങ് എയ്ഡ് എന്ന് പറയും. അതെന്ത് സാധന സിജി? മാം കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കാർഡ്ബോർഡാണോ? കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി സ്മോൾ ലെറ്റേഴ്സും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇനി ചാർട്ടിന് പണി തുടങ്ങാനായിട്ട്. ഓക്കെ. അപ്പം ഇതാകുമ്പോ ഗ്ലിറ്റർ യൂസ് ചെയ്യാമോ അങ്ങനെയൊക്കെ എല്ലാരും എന്നോട് ചോദിച്ചു. ഗ്ലിറ്റർ കോസ്റ്റ്ലി ആണ്. അത് മാത്രല്ല, ശരിക്കും മറിയ മോണ്ടിസോറി ഈ ഇതുപോലത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഗ്ലിറ്റർ ആകുമ്പോ കുട്ടികളൊന്ന് കിള്ളി നോക്കും, പൊളിച്ചു കളയാനൊക്കെ നോക്കും. ഈ സാധനം അനങ്ങില്ല. സാൻഡ് പേപ്പർ നല്ല പോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഗ്ലിറ്റർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആ പശയുടെ ഒരു എഫക്റ്റ് കുറയുമ്പോ കുറെയൊക്കെ വിട്ടുപോകും. പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത കുറെ പേരുണ്ട് കേട്ടോ. അരിപ്പൊടി വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ആയിരുന്നു അത്, ഓർമ്മയില്ല പേര്. നമ്മളുടെ ബാച്ചിൽ തന്നെ അരിപ്പൊടിയും കൊണ്ടൊക്കെ ചെയ്ത് നോക്കി ആ റഫ്നെസ് കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഉറുമ്പ് വരില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ പാറ്റ വന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. മാം ഇത് ചാർട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാവുമ്പോ ഒട്ടിച്ചിട്ടാണോ ഈ അക്ഷരങ്ങള്? ഞാൻ ചാർട്ട് പേപ്പറിന്റെ പേസില് സാൻഡ് പേപ്പർ ഇല്ലേ, ഇല്ലേ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഫർണിച്ചറും ഭിത്തിയൊക്കെ പെയിന്റ് ചെയ്യില്ലേ, ആ സാൻഡ് പേപ്പർ ആണ്. അതിനൊരു നമ്പർ ഉണ്ട്. സിജിയാണ് പറഞ്ഞത് 220. സിജിയും സിയും പറഞ്ഞു 220 എന്നുള്ള നമ്പർ ആണ് നല്ലത്. ഗ്രൂപ്പില് ഇട്ടിട്ടുണ്ട് മാം അതിന്റെ നമ്പർ. അപ്പൊ പിന്നെ അവർക്ക് അത് കറക്റ്റ് വാങ്ങിക്കാനേ എളുപ്പമായിരിക്കും. കട്ട് ചെയ്യുമ്പോ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആദ്യമൊക്കെ കട്ട് ചെയ്തപ്പോ എനിക്കൊന്നും എഡ്ജൊന്നും കറക്റ്റ് വന്നില്ല. പിന്നെ എന്നൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു പെർഫെക്ഷൻ വന്നു. ആ നമ്മൾ പേപ്പർ നൈഫ് കറക്റ്റ് പിടിച്ച് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അത് ശരിയായി. പിന്നെ തെർമോക്കോൾ ഉള്ളത് കൊണ്ട് പറഞ്ഞു. പക്ഷെ തെർമോക്കോളിന് ഇങ്ങനെ ഒരു അലർജി ഇഷ്യൂ, അതിന്റെ പൊടി പോലെ ഇങ്ങനെ പറക്കില്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് അലർജി വന്നാലോ എന്ന് വെച്ച് ഞാനത് നിങ്ങളോട് പറയുന്നില്ല, ഒഴിവാക്കിയേക്കുവാണ്. തെർമോക്കോൾ ലെറ്റേഴ്സ്, തെർമോക്കോൾ വെച്ച് ലെറ്റേഴ്സ് വേണ്ട, ഇത് മാത്രം മതി. നമ്മള് ഒരു മാസം പഠിപ്പിക്കാൻ പോകുമ്പോ ഇതൊക്കെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് LKG UKG പഠിപ്പിക്കണ്ടേ. അപ്പൊ അവളെടുത്തേക്ക് ഇങ്ങനെ മോണ്ടിസോറി ഓൺലൈനിൽ പഠിച്ചിട്ട് ഒരു കുട്ടി ചെന്നുക്കണു. അപ്പൊ അവള് പറയാ ഒന്നും അറിയണില്ല, ഓലെ കയ്യിലും ഒന്നുമില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിട്ട് എങ്ങനെയൊന്നും അറിയണില്ല, ഓരോ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് എഴുതിയിട്ടൊക്കെ അത് വെച്ച് പഠിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്കൊന്നും അറിയുന്നില്ല, ഞങ്ങൾ എങ്ങനെയൊക്കെ തന്നെ പഠിപ്പിച്ചിക്കണെന്ന് പറയുന്നുണ്ട്. അത് ഏത് ഓൺലൈനിൽ ആണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെ കുറെ എഴുതാനും വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോ കുറെ ആക്ടിവിറ്റി കയ്യിൽ കുറെ വെച്ചുകൊണ്ട് വന്നിട്ട് വേണം പഠിപ്പിക്കാൻ വരാൻ, അപ്പളേ മാർക്ക് കിട്ടുള്ളൂ എന്ന് അവള് പറഞ്ഞോളൂ. മാർക്കിന്റെ അല്ല, നമ്മൾ മാർക്കിന്റെ മാത്രമല്ല, കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് എത്രത്തോളം ലെക്ചർ അവർക്ക് പറ്റും. അവര് വിഷൻ ആണ് അവർക്ക് കൂടുതലും അവരുടെ ബ്രെയിനിലേക്ക് ചെല്ലുക. സൗണ്ട്സും ഒരു സെൻസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ 5 സെൻസും നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന്. അപ്പൊ വിഷ്വൽ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും കൊച്ചു കുട്ടികളുടെ ബ്രെയിനിന്. അത് അവരുടെ മെമ്മറിയിൽ നല്ലപോലെ ഇരിക്കും. അതാണ് നമ്മുടെ ആക്ഷൻ, സൗണ്ട്, വിഷൻ. ആ സൗണ്ടിന്റെ മോഡുലേഷൻ ഭയങ്കര ക്ലിയർ ആയിരിക്കണം നമ്മളുടെ വോയിസ്. അത് ശരിയാണ്. അവള് കൊറേ പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് ഒരു മാസമായിട്ട് വരാത്തോണ്ട് ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഇപ്പൊ ഈ 2-3 ഫ്രണ്ട്സുകൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ആക്റ്റീവ് ആയത്. ചെയ്യണ എങ്ങനെയാ ഇനിയിപ്പോ ഇതിന് ഒഴിവാകണോന്ന് വിചാരിച്ചു ഞാന്. പക്ഷെ നമ്മള് ക്ലാസ്സിൽ 2-3 കുട്ടികൾ എനിക്ക് പറഞ്ഞതുകൊണ്ട് നല്ല ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഒഴിവായി പോണ്ടേ വരുമോന്ന് വിചാരിച്ചതാണ്. ഒന്നും മനസ്സിലാവാത്തോണ്ട് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ശരിയായി. ഓരോന്ന് പറഞ്ഞതുകൊണ്ട് ഓരോരുത്തർ ചെയ്യണു. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണോ അതോ വെറുതെ 1 എന്ന് മാത്രം മതിയോ? ഈ ഷേപ്പുകൾ ആവശ്യമുണ്ടോ? അവർക്ക് ആൽഫബറ്റ്സും കൂടെ വരുമ്പോ കൺഫ്യൂഷൻ ആവും. ഐ ഒക്കെ വരുമ്പോ
പക്ഷെ അവര് പഠിപ്പിക്കുമ്പോ നമ്മള് വെറുതെ വന്നല്ലേ പഠിപ്പിക്കുന്നത്, ഈ ഷേപ്പിലാണോ പഠിപ്പിക്കുക? അത് ശരിയാ. കാരണം എന്താ വെച്ചാൽ എന്റെ മോനെ ഇപ്പൊ അവന് ശരിക്കും പ്രീ കെ ജി ആണ്. ഞാൻ അവനെ എൽ കെ ജിയിൽ ജസ്റ്റ് ജോയിൻ ചെയ്യിച്ചാണ് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ. അപ്പൊ അവര് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോലെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവന് ഇത് കണ്ടപ്പോ അവന് സമ്മതിക്കുന്നില്ല, ഇത് വണ്ണല്ലാന്നാ പറയുന്നേ. അതാ ഞാൻ ചോദിച്ചു, അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണോ അതോ മറ്റേ ടൈപ്പ് കട്ട് ചെയ്യണോ? അത് അവരുടെ ബ്രെയിനിലേക്ക് അത് ആയിക്കോളും. വണ്ണും എഴുതണത് എങ്ങനെയാ, എല്ലും എഴുതണത് എങ്ങനെയാ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ ആ എൻഡ് പോർഷൻ. അപ്പോ ഓക്കെ, ഇനിയുള്ള ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. മിക്കവാറും വെനസ്ഡേ ഞാനായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Bye. Sound